അനധികൃതമായി സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റി ജീവനക്കാരുടെ കണക്കുകൾ പുറത്തുവിടാതെ സംസ്ഥാന സർക്കാർ. പേരുവിവരങ്ങൾ ആവശ്യപ്പെട്ട വിവരാവകാശത്തിന് കൃത്യമായ മറുപടിയില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ കൈമാറില്ലെന്നും ആർടിഐക്ക് മറുപടി. നീക്കം പണം അപഹരിച്ചവരെ സംരക്ഷിക്കാനെന്നും ആക്ഷേപം. കള്ളന്മാർ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. ഇവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താത്തത് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിട്ട് വേണം കാണാൻ. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ അനധികൃതമായി കൈപ്പറ്റിയിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ അവരിൽ നിന്നും പണം 18% പലിശയോട് കൈപ്പറ്റുന്നതോടൊപ്പം തന്നെ നിയമപരമായിട്ട് ശിക്ഷാ നടപടികൾ കൂടി എടുത്തില്ലെങ്കിൽ മോഷണം നടത്തുന്ന മോഷ്ടാവ് പണം തിരികെ നൽകി രക്ഷപ്പെടുന്ന അവസ്ഥയിലുള്ള അതുപോലെ തന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയവരും പുറത്തേക്ക് പോകുന്നൊരു സ്ഥിതി ഉണ്ടാവും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനും ചേരുന്നു. പ്രജിത്ത്, നേരത്തെ പുറത്തു വന്ന വാർത്തയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ പലരും കൈപ്പറ്റുന്നു. പെൻഷൻ വാങ്ങും സർക്കാരിൻ്റെ മറ്റ് സർവീസിലിരുന്നവർ പോലും പെൻഷൻ വാങ്ങുന്നു, അർഹതയില്ലാത്തവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നു തുടങ്ങിയ വാർത്തകളെല്ലാം പുറത്തു വന്നതാണ്. അത് ഏതൊക്കെ വകുപ്പുകളിലാണ് എന്ന് കൃത്യമായ വിവരങ്ങളും വന്നിരുന്നു. പക്ഷേ ഈ വിവരാവകാശ പ്രകാരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സർക്കാർ ഇതിന്മേൽ മറുപടി നൽകുന്നില്ല, കൃത്യമായ കണക്കുകൾ നൽകുന്നില്ല. അതായത് സർക്കാരിന് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ പെൻഷൻ വാരിക്കോരി നൽകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമോ ഈ പേരുകൾ പുറത്തുവിടാൻ അധികൃതർ മടിക്കുന്നത്? പ്രജിത് മോഹനൻ. വിനോദ, 1458 സർക്കാർ ജീവനക്കാർ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നു എന്നുള്ളതാണ് സർക്കാർ ഔദ്യോഗികമായി പറയുന്നത്. നേരത്തെയുള്ള CAG പരിശോധനാ ഘട്ടത്തിലുകളിലൊക്കെ ഇതിലും കൂടുതൽ ആളുകളുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ ഈ 1458 ജീവനക്കാർ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയെന്ന് സർക്കാർ കണ്ടെത്തിയിട്ടും നാമമാത്രമായ ഉദ്യോഗസ്ഥരിലേക്ക് മാത്രമാണ് നടപടികൾ കേന്ദ്രീകരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി ഏതാണ്ട് ചില ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ നടപടി വന്ന സമയത്ത് നമ്മൾ പരിശോധിച്ചപ്പോൾ നമ്മളത് വ്യക്തമാക്കിയതും അത് സംബന്ധിച്ച വാർത്ത നൽകിയതുമാണ്. പ്രത്യേകിച്ച് താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെയൊക്കെയാണ് കൂടുതലും നടപടി സ്വീകരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. താൽക്കാലിക ജീവനക്കാരെന്ന് പറയുമ്പോൾ ടെമ്പററി സ്വീപ്പേഴ്സ് പോലെയുള്ള തസ്തികയിലിരിക്കുന്ന ജീവനക്കാർക്കെതിരെയൊക്കെയാണ് സർക്കാർ നടപടി സ്വീകരിച്ചത്. വമ്പന്മാരാരും ഇതിൽ പെട്ടിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ചില വകുപ്പുകളിലാകട്ടെ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ട് പോലുമില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. അപ്പോഴാണ് വീണ്ടും ഈ 1458 ജീവനക്കാരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടുന്നതിൽ സർക്കാർ ഒരു ഒളിച്ചുകളി തുടരുന്നത്. ഈ നടപടി സ്വീകരിച്ച അതും താഴെ തട്ടിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ മാത്രം പേരുകൾ മാത്രമാണ് സർക്കാർ പുറത്തുവിടുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ജീവനക്കാർക്കുള്ള പേരുവിവരങ്ങൾ പൂർണ്ണമായും ആവശ്യപ്പെടുന്ന സമയത്ത് സർക്കാർ ഒരു ഒളിച്ചുകളി നടത്തുന്നുണ്ട്. അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന്, ഈ ജീവനക്കാരിൽ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ ഒരു നല്ലൊരു ശതമാനവും ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകരൊക്കെയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഈ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റാൻ അതിന് സഹായമൊരുക്കിയ ആളുകളും ഈ പറയുന്ന രീതിയിൽ ഇടത് സംഘടനാ പ്രവർത്തകരൊക്കെയാണ് എന്നുള്ളതൊരു പച്ചയായ സത്യം തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് വസ്തുതകളും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ജീവനക്കാർക്കെതിരെയുള്ള നടപടികളിൽ പോലും സർക്കാർ ഒരു വീഴ്ച വരുത്തുന്നത് എന്നുള്ളത് ഉദ്യോഗസ്ഥ തലങ്ങളുടെ ഇടയിലേക്ക് വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. 1458 പേരുടെ പേരും പുറത്തുവിട്ട് അവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ആവശ്യമായി വരുന്നത്. അതിന് കാരണമായി പറയുന്നത്, ഒന്ന്, ഇതൊരു പക്ഷേ ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിൻ്റെയൊക്കെ പരിധിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം സർവീസിൽ പ്രവേശിച്ചിട്ടും അല്ലെങ്കിൽ സർവീസിൽ ഇരുന്നു കൊണ്ട് തന്നെ അനധികൃതമായി പാവങ്ങൾക്ക് ലഭിക്കേണ്ട 1600 രൂപ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും തട്ടിയെടുത്തതിന് അതിന് നൽകിയിട്ടുള്ള രേഖകൾ, ആ രേഖകളെ വ്യാജരേഖകൾ നൽകി പണം തട്ടിയെടുത്തു എന്ന രീതിയിൽ കാണാവുന്നതാണ്. അപ്പോൾ അത്ര വലിയൊരു കുറ്റം ചെയ്ത ആളുകളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ഈ വിവരാവകാശ പ്രവർത്തകർക്കൊക്കെ ഈ വിവരങ്ങൾ കൈമാറേണ്ട പ്രൊവിഷനുമുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. അപ്പോൾ ആ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് സർക്കാരിന് ഒരു തരത്തിലും വിവരാവകാശ നിയമപ്രകാരം അത്തരത്തിൽ വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും അതിന് ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത മറുപടികൾ നൽകിക്കൊണ്ട് വിവരാവകാശ നിയമത്തിന്റെ അന്തസ്സത്ത പോലും നശിപ്പിക്കുന്ന രീതിയിലാണ് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. 18% പലിശയോടെയൊക്കെ തങ്ങൾ ഈ പൈസ തിരിച്ചു പിടിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചതല്ലാതെ കാര്യമായ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. ഈ സസ്പെൻഷൻ അടക്കമുള്ള ചില നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊതുഭരണ വകുപ്പിൽ ഏതാണ്ട് 6 പേരെയൊക്കെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഓർഡറുകളൊക്കെ ഇറങ്ങുമ്പോഴാണ് അതിൽ 5 പേരും ഈ പറയുന്ന രീതിയിൽ കാഷ്വൽ സ്വീപ്പേഴ്സിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ടെമ്പററി സ്വീപ്പേഴ്സിലുള്ള ആൾക്കാർ എന്നൊക്കെയാണ് പല ഉത്തരവുകളിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ
അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ പോലും സർക്കാരിന് ചില സംരക്ഷണങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർക്കൊക്കെ നൽകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ രീതിയിൽ പേര് വിവരങ്ങൾ പുറത്തുവിടാതെയുള്ള സർക്കാരിൻ്റെ ഈ ഒളിച്ചുകളിയും എന്നത്. വിനോദ്. അതെ, വ്യക്തമാണ്. ഉഷാ നെല്ലൂരിനെ പോലുള്ള നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ട് ഇത് CPM ആയതുകൊണ്ടാണ് ഈ പേരുവിവരങ്ങൾ പുറത്തുവിടാത്തത് എന്നുള്ള കാര്യമാണ്. അങ്ങനെ തന്നെയാണ് സാധാരണക്കാരുടെയും സംശയം. അത് തന്നെയാണ് പേരുവിവരങ്ങൾ പുറത്തുവിടാത്തത്. പാർട്ടിയിൽപ്പെട്ടവർ ഉള്ളതുകൊണ്ടാണ് ആ പേരുവിവരങ്ങൾ പുറത്തുവിടാത്തത്. ആ റിപ്പോർട്ട് നൽകിയായിരുന്നു പ്രജിത് മോഹൻ.